വെൽക്കം ടു ലെനിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിന്റും വേർഡും എക്സലിൻ്റെയും കൂടിയിട്ട് ഒരു ടുഗെദർ ഉള്ള ഒരു MCQs ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ? അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിൻഡോസ്, ഓപ്ഷൻ ബി MS ഓഫീസ്, ഓപ്ഷൻ സി iOS ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് വിൻഡോസ്. വിൻഡോസ് എന്ന് പറയുന്നത് അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? അല്ല, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലെ. നമ്മൾ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് വിൻഡോസ് എന്ന് പറയുന്നത്. സോ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് കനോട്ട് ബി said as like it is an application software അല്ലേ. സോ അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, അതെന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ പോലെയാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് MS ഓഫീസ്. MS ഓഫീസ് എന്ന് പറയുന്നത് എന്താ? MS ഓഫീസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ iOS എന്താണ്? അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ അതും എന്തല്ല, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ അല്ല. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി, അതായത് MS ഓഫീസ് ആണ് എന്ത് എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where does the minimized application resides? അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്? അപ്പോൾ മിനിമൈസ് ചെയ്യൽ എന്താണെന്നുള്ളത് അറിയുമായിരിക്കുമല്ലോ അല്ലേ. നമ്മൾ ഏറ്റവും സൈഡിൽ, അതായത് ടോപ്പ് മോസ്റ്റിൽ റൈറ്റ് കോർണറിലായിട്ട് ഇൻറ്റുയും അതുപോലെ തന്നെ രണ്ട് സ്ക്വയർ ബോക്സും അതുപോലെ തന്നെ ഒരു മൈനസ് ബട്ടണും ഉണ്ടാവും. അപ്പോൾ അതിൽ ആ മൈനസ് ബട്ടൺ മിനിമൈസ് ബട്ടൺ ആണ് അല്ലേ. അപ്പോൾ ആ മിനിമൈസ് ബട്ടൺ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ് റിസൈഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടാസ്ക് ബാർ, ഓപ്ഷൻ ബി ഡൗൺലോഡ്സ്, ഓപ്ഷൻ സി മൈ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി മൈ ഡോക്യുമെന്റ്സ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ എവിടെയായിരിക്കും ഇത് റിസൈഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ടാസ്ക് ബാർ. ഈ മിനിമൈസ് ചെയ്ത ആപ്ലിക്കേഷൻ ടാസ്ക് ബാറിലാണോ നമുക്ക് കാണാം? അതോ മിനിമൈസ് ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ്സിലായിരിക്കുമോ കിട്ടുക? അതോ മൈ കമ്പ്യൂട്ടറിന്റെ ഓപ്ഷനിലായിരിക്കുമോ നമുക്ക് കിട്ടുന്നത്? അതോ ഡോക്യുമെന്റ് സെക്ഷനിലായിരിക്കുമോ കിട്ടുമോ? എവിടെയായിരിക്കും നമ്മൾ ഒരു ഓപ്ഷൻ നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഇറ്റ് വിൽ ബി റിസൈഡിങ് ഇൻ ദി ടാസ്ക് ബാർ. എവിടെയായിരിക്കും ഉണ്ടാവുക? ടാസ്ക് ബാറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ടാസ്ക് ബാറിനകത്ത് നമുക്ക് ആ മറ്റേ എന്താ മിനിമൈസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും ട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട്കട്ട് ഇസ് യൂസ്ഡ് ടു പേസ്റ്റ് എ പർട്ടിക്കുലർ ഫയൽ? അതായത് ഒരു പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷോർട്ട്കട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്കത് പേസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഷോർട്ട്കട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമുക്ക് പേസ്റ്റ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Ctrl+V ആണോ ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ ബി Ctrl+S ആണോ ഉപയോഗിക്കേണ്ടത്? അതോ ഓപ്ഷൻ സി Ctrl+C ആണോ വേണ്ടത്? അതോ ഓപ്ഷൻ ഡി Ctrl+O ആണോ വേണ്ടത്? ഇതിൽ ഓപ്ഷൻ എ Ctrl+V ആണ് അല്ലെ. Ctrl+V എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു പേസ്റ്റ് എ പർട്ടിക്കുലർ ഫയൽ. ഒരു ഫയൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് എന്ന് പറയുന്നത് എന്താണ്? Ctrl+V ആണ്. ഇനി നെക്സ്റ്റ് Ctrl+S. Ctrl+S നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു സേവ് എ പർട്ടിക്കുലർ ഡോക്യുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Ctrl+S. പിന്നെയുള്ളത് Ctrl+C. Ctrl+C നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ഇൻ ഓർഡർ ടു കോപ്പി എ പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റിന്റെ ഒരു പോർഷൻ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് ആണ് എന്ത്? Ctrl+C എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ Ctrl+O എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഓപ്പൺ എ പർട്ടിക്കുലർ ഡോക്യുമെന്റ്.
പർട്ടിക്കുലർ ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CTRL+O ഉപയോഗിക്കുന്നത്. സോ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷോർട്ട് കട്ട് വിച്ച് ഇസ് യൂസ്ഡ് ടു പേസ്റ്റ് എ പർട്ടിക്കുലർ ഡോക്യുമെന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫയലാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? CTRL+V ആയിരിക്കും. എന്താണ്? CTRL+V ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which shortcut key is used to refresh Windows desktop? വിൻഡോസിന്റെ ഡെസ്ക്ടോപ്പ് നമ്മൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു റിഫ്രഷ് വിൻഡോസ് നമ്മൾ ഏത് ഷോർട്ട് കട്ട് കീ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ F1, ഓപ്ഷൻ 2 F2, ഓപ്ഷൻ സി F4 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് F5. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നമ്മൾ വിൻഡോസിന്റെ ഡെസ്ക്ടോപ്പ് നമ്മൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? F5 ആണ് കേട്ടോ. F5 ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ഡെസ്ക്ടോപ്പ്, വിൻഡോസ് ഡെസ്ക്ടോപ്പ് നമ്മൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സോ which shortcut key is used to refresh the Windows desktop എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി F5. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which shortcut key is used to select all the contents in a file or document? അതായത് ഫയലിന്റെയോ ഡോക്യുമെന്റിന്റെയോ എല്ലാ കണ്ടന്റ്സും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് the shortcut key that is used to select all the contents in a file അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ എ Control+A, option B option A Control+V, option B Control+A, option C Control+O and option D is Control+Find. F. അപ്പോൾ ഇത് 4 നമുക്ക് തന്ന ഓപ്ഷൻ. Control+V, Control+A, Control+O and Control+F. Control+V എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? in order to paste the particular document. അപ്പോൾ അതല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി നെക്സ്റ്റ് Control+O. എന്തിനു വേണ്ടിയിട്ടാണ്? in order to open a particular ഫയൽ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി രണ്ടെണ്ണം Control+Aയും അതുപോലെ Control+Fഉമാണ്. Control+F എന്ന് പറയുന്നത് കൺട്രോൾ ഫൈൻഡ് എന്നാണ് അതിന്റെ ഓപ്ഷൻ, അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Control+F. ഓക്കെ, കൺട്രോൾ ഫൈൻഡ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് Control+A. Control+A ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? in order to select all the contents in a file. ആ ഒരു പർട്ടിക്കുലർ ഫയലിനകത്തുള്ള എല്ലാ കണ്ടന്റ്സും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Control+A ആണ് കേട്ടോ. ഏതാണ്? Control+A. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which object is the member of workbook? ഓക്കെ, വർക്ക് ബുക്കിന്റെ മെമ്പർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഏതാണെന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ഏത് ഒബ്ജക്റ്റ് ആണ് മെമ്പർ ഓഫ് വർക്ക് ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഷീറ്റ്സ്, ഓപ്ഷൻ ബി വർക്ക് ബുക്ക്, ഓപ്ഷൻ സി വർക്ക് ഷീറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് റേഞ്ച്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു വർക്ക് ബുക്കിന്റെ മെമ്പർ എന്ന് പറയുന്നത്? വർക്ക് ബുക്കിന്റെ മെമ്പർ എന്ന് പറയുന്നത് ദീസ് ആർ ദ ഷീറ്റ്സ്. ഷീറ്റുകളാണ് ഇന്ന് വർക്ക് ബുക്കിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഷീറ്റ്സ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആൾട്ടർനേറ്റ് നെയിം ഓഫ് ബഗ്സ്? ബഗ് എന്ന് പറയുന്ന നമ്മൾ യൂസ് ചെയ്യാറുള്ള ആ ടേമിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റ് ടേം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ആൾട്ടർനേറ്റ് നെയിം ഓഫ് ബഗ്സ്? ബഗ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേമിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ കീവേഡ്സ്, ഓപ്ഷൻ ബി വേരിയബിൾസ്, ഓപ്ഷൻ സി കോൺസ്റ്റൻസ് ആൻഡ് ഓപ്ഷൻ ഡി ആർ എറേഴ്സ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ബഗിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു നെയിം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നെയിം ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ടേം ആണല്ലേ ബഗ് 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 എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ആ ബഗിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ടേം എന്തായിരിക്കും? ദീസ് ആർ ടേംഡ് ആസ് എറേഴ്സ്. എറേഴ്സ് ആണ് എന്ത്? നമ്മുടെ ബഗിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ആൾട്ടർനേറ്റീവ് ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? വാട്ട് ഈസ് ദി ആൾട്ടർനേറ്റ് നെയിം ഓഫ് ബഗ്? ഏതാണ്? ഓപ്ഷൻ ഡി എറേഴ്സ്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി എറേഴ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇസ് ടാലി?
ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയണം ടാലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഈ ടാലി എന്നുള്ളത്. ഓപ്ഷൻ എ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്ഷൻ ഡി is the language translator. സോ ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ടാലി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എന്താണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ത് ടാലി എന്ന് പറയുന്നത്. ഓക്കെ, സോ ടിപ്പിക്കലി ടാലി എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ടാലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ അക്കൗണ്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ടാലിനെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിച്ച് ഈസ് നോട്ട് ഇൻ MS Word. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതോ ഒന്ന് MS Wordനകത്ത് ഇല്ല. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ഇറ്റാലിക്, ഓപ്ഷൻ ബി ഫോണ്ട്, ഓപ്ഷൻ സി ബോൾഡ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് മാജിക് ടൂൾ. അപ്പൊ തന്നിരിക്കുന്ന ഈ ഇറ്റാലിക്, ഫോണ്ട്, ബോൾഡ്, മാജിക് ടൂൾ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് MS Wordൽ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇറ്റാലിക് എന്ന് പറയുന്ന സാധനം MS Wordൽ ഉണ്ട്, നമ്മുടെ ഫോണ്ടിനകത്ത് ഉണ്ട് അല്ലേ. ഫോണ്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് ആവശ്യമാണ് MS Word. നമ്മൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണ്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. സോ ഓപ്ഷൻ ബി ഈസ് എ മസ്റ്റ്. ഇറ്റാലിക് എന്ന് പറയുന്നത് ആ ഫോണ്ടിനകത്തൊരു ഭാഗമാണ്. സോ ഇറ്റാലിക്കും ഉണ്ട്, ഫോണ്ടും എന്തിലുണ്ട്? ഈ പറയുന്ന MS Wordനകത്തുണ്ട്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ബോൾഡ്. In order to highlight a particular thing or to highlight a particular heading നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ബോൾഡ് ആണ് അല്ലേ. സോ അതുകൊണ്ട് ബോൾഡും എന്തിനകത്തുണ്ട്? ഈ പറയുന്ന MS Wordനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത്? മാജിക് ടൂള്. ഏതാണ്? മാജിക് ടൂള്. അപ്പൊ ബാക്കിയുള്ള ഇറ്റാലിക്കും ഫോണ്ടും ബോൾഡും എല്ലാം തന്നെ എന്തിനകത്ത് വരുന്നതാണ്? ഫോണ്ട് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. വിച്ച് ഇസ് അവൈലബിൾ ഇൻ MS Word. അപ്പൊ അതിലൊന്നും ഇല്ലാത്തൊരു സാധനം ഇവിടെ അകത്ത് ഏതാ തന്നിരിക്കുന്നത്? മാജിക് ടൂൾ ആണ്. സോ മാജിക് ടൂൾ എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഇൻ MS Word. MS Wordന്റെ ഒരു പാർട്ട് അല്ല എന്ത്? ഈ പറയുന്ന മാജിക് ടൂൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, കൺട്രോൾ പ്ലസ് I command is used for what purpose? കൺട്രോൾ പ്ലസ് I കമാൻഡ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. കൺട്രോൾ പ്ലസ് I എന്ന് പറയുന്ന കമാൻഡ് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ save a particular document, option B in order to give a left indent, option C italic and option D is to close a particular document. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റിനെ ക്ലോസ് ചെയ്യാനാണോ? സോ കൺട്രോൾ പ്ലസ് I കമാൻഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? സോ ഫോർ വാട്ട് പർപ്പസ് വി ആർ യൂസിങ് ദിസ് കൺട്രോൾ പ്ലസ് I കമാൻഡ്? In order to save a document we have the save options അല്ലെ, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് സേവ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. In order to provide a left intent. Okay, left intentന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ alignments നമുക്ക് അവൈലബിൾ ആണ്. So by using that alignment you can do the indentation to the right or to the left or to the center. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റാലിക്. ഇറ്റാലിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഫോണ്ട് ദാറ്റ് വി ആർ യൂസിങ് ഫോർ എ ഡോക്യുമെന്റ് അല്ലേ. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എന്ത്? CTRL പ്ലസ് I. നമ്മൾ പെർട്ടിക്കുലർലി ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട് CTRL പ്ലസ് I എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ടേൺഡ് ആൻഡ് റിട്ടേൺ ഇൻ ദ വേ ഓഫ് ആൻ ഇറ്റാലിക് റൈറ്റിംഗ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ പ്ലസ് I എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ക്ലോസിംഗ് എ ഡോക്യുമെന്റ്. സോ കൺട്രോൾ പ്ലസ് I എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അപ്ലൈ ദിസ് ഇറ്റാലിക് സ്റ്റൈൽ അല്ലെങ്കിൽ ഇറ്റാലിക് ഫോർമാറ്റ് നമ്മുടെ സെലക്ടഡ് ടെക്സ്റ്റിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? CTRL പ്ലസ് I എന്നുള്ള കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി ഫംഗ്ഷൻ ഓഫ് ദി സ്പെല്ലിംഗ് ആൻഡ് ദി ഗ്രാമർ ടൂൾ? സ്പെല്ലിങ്ങും അതുപോലെ തന്നെ ഗ്രാമർ ടൂൾ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂളിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം വേർഡിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാഡ് ആൻ ഓപ്ഷൻ ഓഫ് ഗെറ്റിംഗ് ദിസ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾസ് അല്ലേ. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കറക്റ്റ് സ്പെല്ലിംഗ് എറേഴ്സ് ആസ് യു ടൈപ്പ്, ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റ്സ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്, ഓപ്ഷൻ സി ഐഡന്റിഫൈസ് ദ വേർഡ്സ് വിത്ത് ക്യാപിറ്റലൈസേഷൻ പ്രോബ്ലംസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് എറേഴ്സ് ആസ് യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾ ഉപയോഗിക്കുന്നത്?
അതോ ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റ്സ് ഗ്രമാറ്റിക്കൽ എറേഴ്സ്, നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എനി കൈൻഡ് ഓഫ് ഗ്രമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അതോ in order to identify the word with capitalization problems, അതായത് ചില വേർഡ്സിനെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളതൊരു കാര്യമുണ്ടല്ലോ, സോ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൈപ്പ് ഉപയോഗിക്കുന്നത്, അതോ ഈ പറഞ്ഞ 3 ഓപ്ഷൻസും, അതായത് കറക്റ്റ് സ്പെല്ലിംഗ് എറേഴ്സ് ആസ് യു ടൈപ്പും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ്സ് ഗ്രമാറ്റിക്കൽ എറേഴ്സ് ആൻഡ് ഓൾസോ ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദ വേർഡ്സ് വിത്ത് ക്യാപിറ്റലൈസേഷൻ പ്രോബ്ലംസ്, ഇത് 3ഉം ആണ് എന്ത് ഈ ഫംഗ്ഷൻ, ഈ പറയുന്ന സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂളിന്റെ ഫംഗ്ഷൻ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. ഈ തന്നിരിക്കുന്ന എല്ലാം തന്നെ എന്താണ് ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂളിന്റെ ഫംഗ്ഷൻ ആണ്. നമ്മൾ സ്പെല്ലിംഗ് കൊടുക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് തെറ്റുണ്ടെങ്കിൽ ഓട്ടോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഓട്ടോ കറക്റ്റ് ചെയ്യും. ഇനി എന്തെങ്കിലും കൈൻഡ് ഓഫ് ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പറ്റുന്നതാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് എ ഹിന്റ് ഫോർ ദാറ്റ്. അപ്പൊ ഇത് 3ഉം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ടു സ്പെൽ ചെക്ക്? നമ്മൾ സ്പെൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഫംഗ്ഷൻ കീ ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഏത് ഫംഗ്ഷൻ കീ ആണ് നമ്മൾ സ്പെൽ ചെക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക? ഓപ്ഷൻ എ F6, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി F8 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് F5. അപ്പൊ ഏത് ഫംഗ്ഷൻ ആണ് സ്പെൽ ചെക്കിന് യൂസ്? ആൻസർ എന്ന് പറയുന്നത് F7 ആണ് കേട്ടോ. നമ്മൾ F7 ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? നമ്മൾ സ്പെൽ ചെക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. സോ വേർഡ്, എക്സൽ, ഔട്ട്ലുക്ക് എല്ലാത്തിലും തന്നെ നമുക്ക് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് ചെക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? F7 ആണ് കേട്ടോ. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് F7. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ഓർ കോൾഡ് ആസ്, അതായത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ ടെക്സ്റ്റിന് താഴെയായിട്ട് നമുക്ക് നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അപ്പിയർ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോർമലി നമ്മൾ റൈറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിൽ നിന്നും ഒന്ന് ചെറുതായിട്ട് താണിട്ട് നിങ്ങൾക്ക് നമ്പറോ അല്ലെങ്കിൽ ലെറ്ററോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ സോ വാട്ട് കൈൻഡ് ഓഫ് ടെക്സ്റ്റ് എന്നാണ് അതിനെ നമ്മൾ പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സബ്സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ബി ടോപ്പ് ടെക്സ്റ്റ് ആൻഡ് ഓപ്ഷൻ സി സൂപ്പർ ടെക്സ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് സൂപ്പർ സ്ക്രിപ്റ്റ്. എന്തായിരിക്കും? സബ്സ്ക്രിപ്റ്റ് ആണോ, ടോപ്പ് ടെക്സ്റ്റ് ആണോ, സൂപ്പർ ടെക്സ്റ്റ് ആണോ, അതോ സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ? ഏതായിരിക്കും? ഓപ്ഷൻ എ സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. സോ സബ്സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ ആ ഒരു ടെർമിനലെ നമ്മൾ അങ്ങനത്തെ ടെക്സ്റ്റുകളെ നമ്മൾ പറയുന്നത് എന്താണ്? സബ്സ്ക്രിപ്റ്റ് എന്നാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൽ റെഫറൻസ് ഫോർ റേഞ്ച് of A2 to M12 can be written as, അത് എങ്ങനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ A2 എക്സ്ക്ലമേറ്ററി M12 ആണോ, അതോ A2 ഡോട്ട് M12 ആണോ, അതോ സി A2 സെമിക്കോളൻ M12 ആണോ, അതോ A2 കോളൻ M12 ആണോ? എങ്ങനെയായിരിക്കും ദ സെൽ റെഫറൻസ്? എങ്ങനെയായിരിക്കും ദ സെൽ റേഞ്ച് ഓഫ് A2 to M12, A2 തൊട്ടിട്ട് M12 വരയ്ക്കുള്ള നമ്മൾ സെൽ റേഞ്ചിനെ നമ്മൾ അതിന്റെ സെൽ റെഫറൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക? ഓപ്ഷൻ എ A2 എക്സ്ക്ലമേറ്ററി M12 ആണോ, അതോ A2 ഡോട്ട് M12 ആണോ, അതോ A2 സെമിക്കോളൻ M12 ആണോ, അതോ A2 കോളൻ M12 ആയിരിക്കും? എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ലൈക്ക് A2 കോളൻ M12 ആയിട്ടായിരിക്കും നമുക്ക് സെൽ റേഞ്ച് കാണിക്കുന്നുണ്ടാവുക കേട്ടോ. സോ ദിസ് ഇസ് ദ സെൽ റെഫറൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ ഇൻസൈഡ് അനദർ ഫംഗ്ഷൻ ഇസ് കോൾഡ് ആസ്, അതായത് ഒരു ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്, അതിനകത്ത് നമ്മൾ വേറൊരു ഫംഗ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിലാണ് നമ്മൾ പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നെസ്റ്റഡ് ഫംഗ്ഷൻ, ഓപ്ഷൻ ബി റൗണ്ട് ഫംഗ്ഷൻ, ഓപ്ഷൻ സി ഇന്നർ ഫംഗ്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദി എബോവ്. അപ്പൊ ഏതായിരിക്കും? ഈ ഫംഗ്ഷൻ ഇൻസൈഡ് ദി അനദർ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ എന്താ പറയുക? സോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ എന്താ പറയുക? ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഫംഗ്ഷൻസിനെ നമ്മൾ എന്താ പറയുക എന്നാണ്. ഓപ്ഷൻ എ നെസ്റ്റഡ് ഫംഗ്ഷൻസ്, ഓപ്ഷൻ ബി റൗണ്ട് ഫംഗ്ഷൻ, ഓപ്ഷൻ സി ഇന്നർ ഫംഗ്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദി എബോവ്. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ പറയാ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്നാണ്. എന്താ പറയാ?
നെസ്റ്റഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ നെസ്റ്റഡ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ വിൽ യു യൂസ് ടു എൻഡ് ദ കറന്റ് ടൈം ഇൻ വർക്ക്ഷീറ്റ് സെൽ? അതായത് വർക്ക്ഷീറ്റിനകത്ത് സെല്ലിനകത്ത് നമുക്ക് കറന്റ് ടൈം നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറന്റ് ടൈം, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വെറും ടൈം, ഓപ്ഷൻ സി നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾ ഓഫ് ദി എബോവ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും whether you can see the current time എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So particularly question is what kind of function should you use to enter the current time in the Excel sheet? അതായത് എക്സലിന്റെ വർക്ക് ഷീറ്റിനകത്ത് നമ്മൾ കറന്റ് ആയിട്ടുള്ള ടൈം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. നമ്മൾ ഓപ്ഷൻ സി ഈക്വൽ ടു നൗ ഫംഗ്ഷൻ നമ്മൾ ഇട്ട് കൊടുത്താലാണ് എന്ത് വരിക, കറന്റ്, അതായത് സെല്ലിനകത്ത് കറന്റ് ആയിട്ടുള്ള ടൈം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. സോ ദ കറന്റ് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈക്വൽ ടു നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്? ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഷോർട്ട് കട്ട് കീ, അതായത് വിച്ച് ഷോർട്ട് കട്ട് കീ ആണ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് CTRL+A, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് CTRL+S, ഓപ്ഷൻ സി എന്ന് പറയുന്നത് CTRL+O, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് CTRL+N. ഇതിൽ ഏത് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ടാണ് ഓൾറെഡി ഉള്ള ഒരു ഡോക്യുമെന്റിനെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ CTRL+A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ ദി കണ്ടന്റ്സ് അല്ലെങ്കിൽ ടു സെലക്ട് ഓൾ ദി തിങ്സ് ഇൻ എ പർട്ടിക്കുലർ ഫയൽ ഓർ ദി ഡോക്യുമെന്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, CTRL+A നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് CTRL+S എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു സേവ് ദി പർട്ടിക്കുലർ ഡോക്യുമെന്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് CTRL+O, അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇൻ ഓർഡർ ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ CTRL+N എന്ന് പറയുന്നത് ഒരു ന്യൂ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CTRL+N നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? വിച്ച് ഷോർട്ട് കട്ട് കീ is used to open an existing document? ഓപ്ഷൻ സി CTRL+O ആണ് കേട്ടോ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in MS PowerPoint presentations the designs regulate the layout and formatting for the slide. They are commonly known as. Okay, MS Word presentations ല് നമുക്കറിയാം ഈ പറയുന്ന ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ എന്താണ്, ഈ പറയുന്ന ലേഔട്ട് ഫോർമാറ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഡിസൈൻസ് ആണ് അല്ലേ. സോ ആ ഡിസൈനുകളെ നമ്മൾ ടോട്ടലി ആ ഒരു ഇതിനെ നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്ലൂ പ്രിന്റ്സ് എന്നാണോ പറയാ? അത് ഓപ്ഷൻ ബി പ്ലേസ് ഹോൾഡേഴ്സ്, അപ്പൊ പ്ലേസ് ഹോൾഡേഴ്സ് എന്നാണോ നമ്മൾ പറയാ? അത് ഓപ്ഷൻ സി ടെംപ്ലേറ്റ്സ് എന്നാണോ നമ്മൾ പറയാ? അത് ഓപ്ഷൻ ഡി ഡിസൈൻ പ്ലേറ്റ്സ് എന്നാണോ നമ്മൾ പറയാ? അതായത് നമുക്ക് MS വേർഡിന്റെ പ്രസന്റേഷനകത്ത് നമുക്കറിയാം there is a set of like particular ആയിട്ട് ഒരു സെറ്റ് ഡിസൈൻസ് ഉണ്ടാവും. അതിനകത്ത് തന്നെ ഫോർമാറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ അതിന്റെ ലേഔട്ട് ഒക്കെ ആയിട്ട് ഉണ്ടാവും. അതിന് നമ്മൾ കോമൺലി എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. എന്താണ്? ടെംപ്ലേറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയാ. സോ ഈ MS വേർഡിനകത്ത് ഈ പറയുന്ന ലേഔട്ട് ആൻഡ് ഫോർമാറ്റിങ്ങിനോട് കൂടിയിട്ടുള്ള ആ ഒരു ഡിസൈൻസിനെയൊക്കെ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ടെംപ്ലേറ്റ്സ്. എന്താ പറയാ? ടെംപ്ലേറ്റ്സ്. In next question, which of these PowerPoint features would allow any user to create a given simple presentation quicker? അതായത് ഒരു ചെറിയൊരു പ്രസന്റേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷനെ ക്വിക്കർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PowerPoint ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ ആ ഫീച്ചർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനോട് നിങ്ങൾ ഒരു ചെറിയ ഒരു പ്രസന്റേഷൻ ക്വിക്കർ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് there is a feature in PowerPoint. അതിനെ എന്താ പറയാ? ഓപ്ഷൻ എ ആനിമേഷൻ, ഓപ്ഷൻ ബി ചാർട്ട് വിസാർഡ്, ഓപ്ഷൻ സി ട്രാൻസിഷൻ വിസാർഡ്, ഓപ്ഷൻ ഡി ഓട്ടോ കണ്ടന്റ് വിസാർഡ്. ആൻഡ് ഓക്കെ, ആനിമേഷൻ ആണോ
ചാർട്ട് വിസാർഡ് ആണോ, ട്രാൻസിഷൻ വിസാർഡ് ആണോ, അതോ ഓട്ടോ കണ്ടന്റ് വിസാർഡ് ആണോ? എന്താ നമ്മൾ അതിനെ പറയാം? അതിനെ നമ്മൾ പറയുന്നത് ഓട്ടോ കണ്ടന്റ് വിസാർഡ് എന്നാണ്. എന്താണ് ഓട്ടോ കണ്ടന്റ് വിസാർഡ്? അതായത് ഒരു സിമ്പിൾ ആൻഡ് ക്വിക്കർ പ്രസന്റേഷൻ ആയിരിക്കും. അതൊരു ഫീച്ചർ ആണ് MS PowerPointനകത്ത് കേട്ടോ. അതിനായി നമ്മൾ പറയുന്ന പേര് ഓട്ടോ കണ്ടന്റ് വിസാർഡ് എന്നാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി, ഓട്ടോ കണ്ടന്റ് വിസാർഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of these terms do we use when an image in a clip art changes the direction that it was originally facing? അതായത് ക്ലിപ്പ് ആർട്ടിനകത്ത് ഓൾറെഡി ഫേസ് ചെയ്തിരിക്കുന്ന ഇമേജ്, അതായത് ഓൾറെഡി ഒരു ഡിറക്ഷനിലായിരിക്കും അത് ഉണ്ടാവുക, അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ടേമിനെ നമ്മൾ എന്താ പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ക്ലിപ്പ് ആർട്ടിലുള്ള ഇമേജ് ജസ്റ്റ് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ പറയുന്ന ടേം എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മിറർ ആണോ, ഓപ്ഷൻ ബി റൊട്ടേറ്റ് ആണോ, ഓപ്ഷൻ സി ഫ്ലിപ്പ് ആണോ, അതോ ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ആണോ? ഏതാണ്? ആ ടേമിനെ നമ്മൾ എന്താ പറയാ? when an image in the clip art changes the direction that it was originally facing. ഒറിജിനലി അത് ഫേസ് ചെയ്ത ഡിറക്ഷനെ അത് ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താ ചെയ്യുക? ഇറ്റ് ജസ്റ്റ് റൊട്ടേറ്റ്സ്. അതിന്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി റൊട്ടേറ്റ് ആണ് കേട്ടോ. എന്താ ആൻസർ വരിക? റൊട്ടേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of these font effects the available in the which of these fonts effects are available in the PowerPoint font dialog box? പവർപോയിന്റിനകത്തുള്ള ഫോണ്ട് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള എഫക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഷാഡോ, ഓപ്ഷൻ ബി അണ്ടർലൈൻ, ഓപ്ഷൻ സി സ്ട്രൈക്ക് ത്രൂ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ്? ഏതൊക്കെ ഫോണ്ടുകളാണ് കറന്റ്ലി പവർ പോയിന്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. എല്ലാം തന്നെ എന്താണ്? അവൈലബിൾ ആയിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പക്ഷെ പഴയ പവർ പോയിന്റിനകത്ത് സ്ട്രൈക്ക് ത്രൂ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് ഓൾഡർ വേർഷൻസ് ഓഫ് പവർ പോയിന്റിനകത്ത് സ്ട്രൈക്ക് ത്രൂ അവൈലബിൾ അല്ല, ന്യൂവർ വേർഷൻസിൽ അത് അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന എല്ലാം ഷാഡോ, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ എല്ലാം തന്നെ ഇന്നത്തെ വേർഷൻസിൽ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി യൂസ് if we want to add text in given slide? അതായത് നമ്മുടെ കയ്യിലുള്ള സ്ലൈഡിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കമാൻഡ് ബോക്സ്, ഓപ്ഷൻ ബി ടെക്സ്റ്റ് ലെയർ, ഓപ്ഷൻ സി നോട്ട് ബോക്സ് ആൻഡ് ഓപ്ഷൻ ഡി ടെക്സ്റ്റ് ബോക്സ്. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? അതായത് ഒരു ടെക്സ്റ്റ് നമുക്ക് സ്ലൈഡിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് വി യൂസ്? വി ഹാവ് ടു യൂസ് ദി ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് ഇല്ലാണ്ട് നമുക്ക് ടെക്സ്റ്റ് എന്തിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന പവർ പോയിന്റിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ദ ഗിവൺ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പവർ പോയിന്റിനകത്ത് വേണ്ടത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി MCQ സെഷൻ. താങ്ക് യു.